ഓം ശാന്തി. അവ്യക്ത സന്ദേശം. പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വതനത്തിൽ ഭോഗുമായി എത്തിച്ചേർന്നു. ഇന്ന് വതനത്തിൽ പോയപ്പോൾ കണ്ടത് ഇതാണ്. ബാബയുടെ സമീപം വളരെയധികം ഭോഗിൻ്റെ താലങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. വളരെയധികം അലങ്കരിക്കപ്പെട്ട താലങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ ബാബയോട് പറഞ്ഞു, ഇന്ന് സദ്ഗുരുവാറാണ്. ഇന്ന് വതനത്തിൽ ബാബ അങ്ങയുടെ സമീപം ഇത്രയും ഭോഗിൻ്റെ താലങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ബാബ ഒരു സെക്കൻഡ് പുഞ്ചിരിച്ചുകൊണ്ട് നോക്കി. ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, ലോകത്തിൽ ഈയിടെ വർത്തമാന സമയത്ത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് കുട്ടിയെ കേൾപ്പിക്കാം. ബാബ പറഞ്ഞു, ലോകത്തിൽ വർത്തമാന സമയത്ത് ആരാണോ ഹനുമാന്റെ ഭക്തർ, അവർ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും ദർശനം നടത്തുന്നതിനായി ക്ഷേത്രത്തിൽ പോകും. ശിവന്റെ ഭക്തരാണെങ്കിൽ അവർ തിങ്കളാഴ്ചയും ചിലർ വ്യാഴാഴ്ചയും ജലധാര നടത്തുവാൻ തീർച്ചയായും പോകുന്നു. അവരുടെ അംഗീകാരം വർദ്ധിക്കുന്നതനുസരിച്ച് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നവീനത വരുന്നു, ജീവിതത്തിൽ ഉന്നമനം ഉണ്ടാകുന്നു. അപ്പോൾ അവരുടെ ഇഷ്ടദേവന്റെ നേർക്ക് അവരുടെ താല്പര്യവും കൂടുതൽ വർദ്ധിക്കുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, അതേ രീതിയിൽ സദ്ഗുരുവാർ ദിവസത്തിൽ ബാബയുടെ അടുക്കൽ ഇത്രമാത്രം കുട്ടികളുടെ ഓർമ്മകളും വരുന്നു, പരാതികളും വരുന്നു. എന്തെങ്കിലുമൊക്കെ സങ്കല്പങ്ങൾ ബാബയ്ക്ക് കുട്ടികൾ രാവിലെ തന്നെ നൽകുന്നു. ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, എപ്പോഴാണോ ബാബയുടെ വീട്ടിൽ പുതിയതായി ആരെങ്കിലും വരുന്നത്, അപ്പോൾ 7 ദിവസത്തെ ക്ലാസ്സും കോഴ്സും കേട്ടതിന് ശേഷം അവർ പറയുന്നു, ചിലപ്പോൾ അവർ പറയുന്നു, നമുക്ക് സമയമില്ല. അപ്പോൾ പുത്രിമാർ എന്താണ് പറയുന്നത്? അധികം വന്നില്ലെങ്കിൽ പോലും വ്യാഴാഴ്ച വരൂ, ഞായറാഴ്ച അവധി ദിവസം വരൂ. ബാബ പറഞ്ഞു, അതിനാൽ ആ പുതിയ ആത്മാക്കളെ ഉണർത്തുന്നതിനു വേണ്ടി, ആ ആത്മാക്കളെ ബാബയിലേക്ക് ആകർഷിതരാകുന്നതിനു വേണ്ടി കുട്ടികളായ നിങ്ങൾക്കും വിശേഷ സങ്കല്പം ഉണ്ട്. ആ സങ്കല്പം ബാബയുടെ അടുക്കൽ എത്തിച്ചേരുന്നു. ബാബ പറഞ്ഞു, കുട്ടി, ഇപ്പോഴാണെങ്കിൽ സമയമനുസരിച്ച് ഓരോ ആത്മാവിൻ്റെയും, അത് ജ്ഞാനിയായാലും അജ്ഞാനിയായാലും ഭഗവാനെ പ്രതിയുള്ള ഓരോ ആത്മാവിൻ്റെയും വിളി ഒരു ജ്വാലയുടെ രൂപത്തിൽ, ജ്യോതിയുടെ രൂപത്തിൽ ആയിരുന്നു. അപ്പോൾ ബാബ ഇങ്ങനെ കേൾപ്പിക്കുകയായിരുന്നു. പിന്നെ കേൾപ്പിച്ചതിനോടൊപ്പം ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ, ഇപ്പോൾ വിശേഷിച്ച് രാജസ്ഥാനിലെയും ചെന്നൈ, തമിഴ്നാട് സോണിലെയും എല്ലാ സഹോദരി സഹോദരന്മാരും സേവനത്തിനായി വന്നിരിക്കുകയാണ്. ബാബ പറഞ്ഞു, ഈ 2 സോണും ബാബയോട് വളരെയധികം ഭാവന ഉള്ളവരാണ്. ചെന്നൈ, തമിഴ്നാട് സോണിലെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ബാബ പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് ചില കുട്ടികൾക്ക് ബാബയുടെ കാര്യങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇവരുടെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം ഇവരുടെ നയനങ്ങളിലൂടെ ബാബ മനസ്സിലാക്കുന്നു. ഇവരുടെ ഹൃദയത്തിൻ്റെ ഭാഷ ബാബ നയനങ്ങളിലൂടെ മനസ്സിലാക്കുന്നു. ഈ കുട്ടികൾ എന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്ന്. ബാബയും അതനുസരിച്ച് ഈ കുട്ടികളുടെ ഭാവനയെ മനസ്സിലാക്കി അവർക്ക് എന്തെങ്കിലും സങ്കല്പങ്ങൾ ഉള്ളത് നടത്തുകയും ചെയ്യുന്നു. പിന്നെ രാജസ്ഥാനെക്കുറിച്ച് ബാബ പറഞ്ഞു, ഇവർ ബാബയുടെ വീടിന് സമീപത്താണ്, രാജസ്ഥാനിൽ കഴിയുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, ഭാവിയിലും രാജ്യം ഭരിക്കുന്ന രാജാവും മഹാരാജാവും ആകാൻ പോകുന്നവരാണ്.
ഇങ്ങനെയുള്ള ആത്മാക്കളെ ബാബ ആ രൂപത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചില ചില സ്ഥാനങ്ങളിൽ നിന്നും കുട്ടികൾ വരുന്നത് കുറവാണ്. പൂർണ്ണ തിരിച്ചറിവില്ല. എന്നാൽ ബാബ പറഞ്ഞു, സമയമനുസരിച്ച് വരാൻ പോകുന്ന സമയത്ത് അനേകം ആത്മാക്കൾ ബാബയുടെ വീട്ടിൽ വരാൻ പോകുന്നു. എന്നാൽ അതിനുവേണ്ടി കുട്ടികളായ നിങ്ങൾ സ്വയം തങ്ങളെ തയ്യാറാക്കി വയ്ക്കണം. ഇപ്രകാരം കേൾപ്പിച്ച ശേഷം ബാബ പറഞ്ഞു, 2 സോണിലുള്ളവരും ബാബയെ ഹൃദയത്തിന് സമീപമാണ്. ബാബ ഇവർക്ക് ഓരോ ബ്രാഹ്മണനായ കുട്ടിയുടെയും ഓർമ്മകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ബാബയുടെ മുന്നിൽ ഭോഗ് വെച്ചിട്ടുണ്ടായിരുന്നു. പല ആത്മാക്കളുടെയും വിശേഷ ഓർമ്മകൾ ബാബയ്ക്ക് നൽകി. ബാബ ആ കുട്ടികളെ വിശേഷിച്ച് വതനത്തിൽ എമർജ് ചെയ്യുന്നു. ബാബയുടെ മുന്നിൽ വിദേശികളായ സഹോദരി സഹോദരന്മാരും കാണപ്പെട്ടു. ബാബ പറഞ്ഞു, ഈ കുട്ടികളും ഉണർവോടെ ഇരിക്കുകയാണ്. ബാബയുമായി കൂടിക്കാഴ്ച ആഘോഷിച്ചുകൊണ്ട് പോകും. തടസ്സപ്പെട്ടിരിക്കുകയുമാണ്. എന്നാൽ ബാബ പറഞ്ഞു, കുട്ടികൾ നിശ്ചിന്തമായിരിക്കണം. ഏറ്റവും കുറഞ്ഞത് ബാബയുടെ വീട്ടിൽ ഇരിക്കുകയാണ്. ഒരു പ്രകാരത്തിലുമുള്ള ചിന്തയോ ആകുലതയോ പാടില്ല. ബാബ ഇരിക്കുകയാണ്. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ബാബ എല്ലാവർക്കും വളരെയധികം സ്നേഹസ്മരണകൾ നൽകി. സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു.